നമുക്കിന്നൊരു ഫിലിം സോങ് വായിക്കാൻ പഠിച്ചാലോ? ഈ കഴിഞ്ഞായിട്ട് ഇറങ്ങിയ ഒരു ഫിലിമിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സോങ്ങാണ് മിന്നൽ വള എന്ന് കോർസ് പാടുന്ന പാട്ട്. നമുക്കത് വായിച്ച് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനതിൻ്റെ ഒത്തിരി വിശദ വിവരങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയില് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഇങ്ങനെ ഒരു ബോർഡ് കിട്ടിയാൽ, കീബോർഡ് കിട്ടിയാൽ എങ്ങനെ വായിക്കാം എന്ന് മാത്രം പറഞ്ഞു തരാം. വളരെ എളുപ്പത്തിൽ നിങ്ങളത് അതിൻ്റെ കീസ് നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 ബ്ലാക്ക് കീസ്, ഈ 5 ബ്ലാക്ക് കീസ് നമുക്ക് ഈ പാട്ടിനകത്ത് വരുന്നുണ്ട്. അതുപോലെ വൈറ്റ് കീസ് വരുന്നത് 2 വൈറ്റ് കീസ് മാത്രമേ വരുന്നുള്ളൂ. അത് ഈ 2 കീസാണ്. അത് ഒന്നിത് അങ്ങനെ 2 വൈറ്റ് കീസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. പാട്ടിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ണോട് കണ്ടപ്പോൾ എന്ന് ആരംഭിക്കുന്ന ഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഈ കട്ടയിലാണ് ആരംഭിക്കുന്നത് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇത്രയാണ് പാട്ടിൻ്റെ ആദ്യ ഭാഗം. ഇനി വരുന്നത് ഇതിൻ്റെ കോറസാണ്. കോറസാണ് വളരെ നമ്മുടെയൊക്കെ നാവുകളിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അറിയാതെ മൂളിപ്പോകുന്ന ആ രീതിയിലാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മിന്നൽ വള എന്ന് പാടുന്ന ഭാഗം അതിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പാട്ടിൻ്റെ പല്ലവി കഴിഞ്ഞു, കോറസ് നോക്കി. ഇനിയിപ്പോൾ അനുപല്ലവി അത്രയും കൂടെ ഉള്ളൂ. അത്രയും കൂടെ കഴിഞ്ഞാൽ പാട്ട് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ അനുപല്ലവി എങ്ങനെയാണെന്ന് അതുകൂടെ നോക്കാം. ഇത്രയേ ഉള്ളൂ പാട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോറസ് ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊരു പാട്ട് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ഒന്നുകിൽ നമ്മുടെ മൊബൈലിലുള്ള പിയാനോ ആപ്പുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ചുമ്മാ ഒന്ന് വായിച്ച് നോക്ക്. അങ്ങനെ 1-2 പാട്ടുകളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേന് എൻ്റെ ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് എങ്ങനെ നമുക്കൊരു പാട്ട് വായിക്കാം, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ കോഡ്സ് നമ്മൾ കൂടുതൽ വിരലുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ 2 കൈകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ആ പാട്ട് വായിക്കാം, അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു പിയാനോ എടുത്തിട്ട് ഒന്നുകിൽ മൊബൈലിൽ അല്ലെങ്കിൽ ചെറിയ കീബോർഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഒന്ന് വായിച്ച് നോക്കാം.